ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇത് 12 DC മോട്ടറാണ് കാണുന്നത്. കണ്ടോ, ഇത് 12 ലൈറ്റാണ് കാണുന്നത്, കണ്ടല്ലേ. അതേമാതിരി തന്നെ ഇതും 12 ലൈറ്റാണ് കാണുന്നത്, കണ്ടത്. നമ്മളെ വാട്ടർസനൊക്കെ ലൈറ്റാണ് കേട്ടോ. അതായത് ഈ മോട്ടർ കണക്ഷൻ കൊടുക്കുമ്പോൾ രണ്ട് പേർ തമ്മിൽ ഷോർട്ട് ആയാൽ, പ്ലസ് മൈനസ് ഷോർട്ട് ആയി കഴിഞ്ഞാൽ എന്താവും, നമ്മളെ അഡാപ്റ്റർ കംപ്ലൈൻറ്റ്, ബാറ്ററി ഡാമേജ് ആവും. അപ്പോൾ അതിനൊരു സെക്യൂരിറ്റി നമ്മൾ ചെയ്തെടുക്കാം. നമ്മൾ റിലേ ബേസ് നമ്മൾ വർക്ക് ചെയ്യിക്കണം. അപ്പോൾ ഈ ലൈറ്റൊക്കെ പറ്റും. അങ്ങനെ ഇതൊക്കെ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ രണ്ട് വയർ തമ്മിൽ ഷോർട്ട് കഴിഞ്ഞാൽ നമ്മൾ അഡാപ്റ്റർ കംപ്ലൈൻറ്റിൽ ബാറ്ററി ഡാമേജ് ആവും. അപ്പോൾ അതിനൊരു സംരക്ഷണ രീതി നമ്മൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് സിമ്പിൾ സർക്യൂട്ടാണ് കേട്ടോ. 12 റിലേ 2-3 സാധനമായി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താ വീഡിയോ കണ്ടുവരാം. ആവശ്യമുള്ള സാധനം ഞാൻ പറയാം. ആദ്യം നമുക്കൊരു 12 റിലേ വേണം, നമുക്ക് ഉണ്ടല്ലേ, റിലേ വേണം. പിന്നെ നമുക്ക് സാധാ 2 LED വേണം നമുക്ക് കേട്ടോ. സാധാ 2 LED ആണിത്. പിന്നെ നമുക്ക് ഇദ്ദേഹം ചെറിയൊരു മൈക്രോ സ്വിച്ച് വേണം. ഇതൊക്കെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒക്കെ സ്വിച്ച് ആണിത്, കണ്ടില്ല. അങ്ങനെ ചെറിയ സ്വിച്ച് ആണിത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു 1K റെസിസ്റ്റർ വേണം, കണ്ടില്ലേ. അപ്പോൾ അത്ര മതി നമുക്ക്. അപ്പോൾ സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് LED നമുക്ക് പരിചയപ്പെടാം. LED നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക, കണ്ടില്ലേ. ഈ നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക, നീളം കുറഞ്ഞ നെഗറ്റീവായിട്ട് വരിക. അപ്പോൾ ഈ ബൾബിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ 2 ലെഗ് ഉണ്ടാവും. ഒന്ന് വണ്ണം കൂടിയതൊന്ന് വണ്ണം കുറഞ്ഞതുമാണ്. ഈ വണ്ണം കുറഞ്ഞതാട്ടെ ഈ പോസിറ്റീവായിട്ട് വരുന്നത്. ഇനി ഈ കാല് ഇവിടെ കട്ടായി പോയിണെങ്കിലേ നിങ്ങൾക്ക് നോക്കിയാലും മതി. ഈ വണ്ണം കുറഞ്ഞതാണ് എന്ത് ചെയ്യുക, പോസിറ്റീവ് വരിക. വണ്ണം കൂടിയത് നെഗറ്റീവായിട്ട് വരിക. അങ്ങനെ നോക്കിയാലും മതി. അപ്പോൾ ഞാൻ ഇവിടെ LED കട്ട് ചെയ്തെടുത്തു, ഞാൻ കണ്ടില്ലേ. അങ്ങനെ കട്ട് ചെയ്ത ഞാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ റിലേ ഇങ്ങനെ പിടിക്കുക. ഈ റിലേ ഇങ്ങനെ പിടിച്ചതെന്ന് വെച്ചാൽ റിലേ ഇങ്ങനെ പിടിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ LED നീളം കൂടിയ കാല് പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ വെച്ച് സോൾവ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വെക്കുക, തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ LED പോസിറ്റീവാണ് കാണുന്നത് കേട്ടോ, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ LED എന്ത് ചെയ്യുക, അതായത് LED രണ്ടാമത്തെ LED എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത് നെഗറ്റീവാണ് ഇവിടെ വരുന്നത്. അതായത് ഇങ്ങനെ, അതായത് ഞാനിത് പറഞ്ഞത് ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ രണ്ടാമത്തെ LED എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് ഇങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ കേട്ടോ. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. അപ്പോൾ കണ്ടോ, ഈ സെൻറ്റർ നെഗറ്റീവായിട്ട് വരിക, 2 LED നെഗറ്റീവാണ് കാണുന്നത്. പിന്നെ റിലേമിൽ ഇവിടെ കൊടുക്കേണ്ടത് പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ചെറിയ സ്വിച്ച് വേണം. സ്വിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ LED പോസിറ്റീവും ഈ റിലേത്തെ സെൻറ്ററത്തെ കാലില്ലേ, അങ്ങനെ നോക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്വിച്ച് നമ്മൾ കൊടുത്തു, കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കൊരു 1K റെസിസ്റ്റർ വേണം. നമുക്ക് കണ്ടത് കളർ വേണം, ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, 1K വരുമ്പോൾ ഒരു കാപ്പി, ബ്ലാക്ക്, റെഡ്, ഗോൾഡ് കേട്ടോ. ഇങ്ങനെ ഇത് വരിക. അപ്പോൾ നമുക്ക് ഈ 2 LED നെഗറ്റീവ് കാണുന്നതാ ഇവിടെയൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ
നമുക്ക് ഇതിന്റെ ഈ അറ്റം എന്താ, ഈ അറ്റം റിലേന്റെ ആണോ, ഈ അടിയിൽ 1 2 മൂന്നാമത്തെ കാൽമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അപ്പൊ കണ്ടോ, ഇതേമാതിരി ചെയ്തെടുക്കുക. കണ്ടല്ലേ? അപ്പൊ നമുക്ക് 2 വേറെ ചെറിയ പീസ് വേണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാറോ, ഇതില് ഈ പിന്നെ റൈസർ കൊടുത്ത ആ പോയിന്റ് ഇല്ലേ, റിലേന്റെ മൂന്നാമത്തെ ലെഗ്, അത് ഇവിടെ നോക്കുമ്പോൾ 1 2 മൂന്നാമത്തെ ലെഗ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് റെഡാണ് സോൾഡർ ചെയ്യുന്നത്, പോസിറ്റീവ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ സോൾഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൻറ്ററത്തെ ലെഗ് ഇതാ, അതിലേക്ക് നമുക്ക് നെഗറ്റീവും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കൊടുത്തു. ഇവിടെ ഷോർട്ടാണ് ശ്രദ്ധിക്കണം, രണ്ടും തമ്മിൽ ചെറിയ ലെഗ് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ LED നമുക്ക് കൊടുക്കാം. ഇത് 12 വോൾട്ടാണ് LED ഇത് വർക്ക്. ഇത് 9 വോൾട്ട് ബാറ്ററിക്ക് ഒന്ന് വർക്ക് ചെയ്യും കേട്ടോ, നമ്മളെ ഈ ലൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് പ്ലസ് മൈനസ് മാറാതെ ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ ഈ കാണുന്നതാകുമ്പോൾ LED പ്ലസ് കൊടുത്തില്ലേ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഈ ലൈറ്റിൻ്റെ പ്ലസ് ഇങ്ങനെ സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യാ, ഈ റൈസർ കൊടുത്തില്ലേ ഈ പോയിന്റ്, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ നെഗറ്റീവും സോൾവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ നീ അവിടെ 12 വോൾട്ട് സപ്ലൈ എടുത്തേ കണ്ടല്ലേ. ഇത് 1.5 to 12 വോൾട്ട് വരെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ എഴുതി തരാം കേട്ടോ. ഇങ്ങനെ അന്നേരം എന്ത് ചെയ്യാം, നമുക്കിത് പ്ലസ് മൈനസ് മാറാൻ എന്ത് ചെയ്യാം, നമുക്ക് കൊടുത്തു നോക്കാം ഇങ്ങനെ. അപ്പോൾ ഇത് ഇതിൽ ചാർജ് വർക്ക് ചെയ്യാട്ടത്. അപ്പോൾ ഓണാക്കിയില്ല കണ്ടല്ലേ, ഓണാക്കി കേട്ടോ. അപ്പം ഗ്രീൻ LED കത്തിന് കേട്ടോ. ഇനി സ്വിച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇത് വർക്ക് ചെയ്യും ലൈറ്റ് കേട്ടോ. കണ്ടല്ലേ, ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ, പ്ലസ് മൈനസ് ഷോർട്ട് ആയാൽ എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്. കണ്ടല്ലേ, അപ്പോൾ ലൈറ്റ് ഓഫായി. ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് കത്തും കണ്ടല്ലേ. അങ്ങനെ ഒന്നുകൂടി ഇത് ഓണാക്കും, ഇനി ഓണാവുള്ളൂ കേട്ടോ, ലൈറ്റ് ഓണാവുള്ളൂ കണ്ടോ. ഇതാണ് സർക്യൂട്ട് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഷോർട്ടാണെന്ന് റിലേ നോക്കിക്കോളും. ഷോർട്ടിൽ അപ്പം തന്നെ നമ്പർ റിസൾട്ട് കൊടുത്ത് ഇവിടെ കട്ട് ഓഫ് ആക്കിയിട്ടാണ്. ഈ ലൈറ്റിൻ്റെ 2 വയർ ഇതാ ഇതിമ്പോൾ കൊടുത്താൽ മതി. ഇതൊന്ന് പ്ലസ് മൈനസ് അല്ലേ, അങ്ങനെ കൊടുക്കുക. ലൈറ്റിൻ്റെ വയർ വേണം കണ്ടോ. ലൈറ്റ് ഓഫായി, ഇത് ഓണായി കണ്ടില്ലേ കണ്ടോ. ഇനി ഇതേമാതിരി നമുക്ക് നമ്മളെ ഈ മോട്ടർ നമുക്കൊന്ന് കൊടുത്താൽ മതി, വർക്ക് ചെയ്ത് നോക്കട്ടോ. അതേമാതിരി അവിടെ ഓഫാക്കാണ് കേട്ടോ. മോട്ടർ പിന്നെ പ്ലസ് മൈനസ് നോക്കണ്ടല്ലോ, അതിനെടുത്താലും മോട്ടർ വർക്ക് ചെയ്യും കേട്ടോ. സ്വിച്ച് ഓൺ ആക്കുകയാണ് ആണോ, പച്ചെത്തി. ഇനി നമുക്കിത് നമ്മൾ പുഷ് ബട്ടൺ നോക്കി വെക്കാം കണ്ടല്ലേ. മോട്ടർ വർക്ക് ചെയ്യണുണ്ടോ. അപ്പം നമുക്ക് ഷോർട്ടാക്കി നോക്കട്ടെ എങ്ങനെ ആണോ. ഓഫായി കണ്ടല്ലേ. ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഇത് നോക്കിയാലും ഓണാവും. ഇതാക്കിട്ടോ കണ്ടോ, അത്രയും സിമ്പിളാണ് സംഭവം ഇത്.
കണ്ടില്ലേ, ഇതാണ് സർക്യൂട്ട്. അപ്പോൾ ഇതിന് വേറെ കാണിച്ചു തരാം കേട്ടോ. ഇത് തമ്മിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഇത് ഇതിന് വരുന്നത് നേരിട്ട് ഷോർട്ടാക്കിയാൽ നമ്മൾ LED കൂടെ പോണ് കാണാം ഞങ്ങൾക്ക് കേട്ടോ. നോക്കിട്ടോ, കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഇത് കംപ്ലൈൻ്റ് ആവും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലൈറ്റ് നോക്കിട്ടോ, കണ്ടില്ലേ ലൈറ്റ് പോണ് കണ്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണമാണ് ഈ സാധനം ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് ഉപയോഗിക്കാം. അപ്പോൾ കണ്ടില്ലേ, ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അപ്പോൾ സംഗതി 100% വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ സംഗതി ഉഷാറാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.